പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് അവരുടെ ഹൃദയങ്ങളിൽ അസഹ്യത, അസന്തുഷ്ടി അനുഭവപ്പെടുമെന്നാണ് പറഞ്ഞത്. വഇദാ ദുകിറല്ലാഹു വഹദ ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അള്ളാഹിനെ കുറിച്ച് മാത്രം പറയണമെങ്കിൽ അള്ളാഹുവിനെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയങ്ങൾക്ക് അസഹ്യത അനുഭവപ്പെടും. വഇദാ ദുകിറൽ ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. എന്നാൽ അള്ളാഹുവിന് പുറമുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞാലോ വല്ലാത്ത സന്തോഷമായിരിക്കും. മമ്പുറത്ത് തങ്ങളെ, ബദരീങ്ങളെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും കുളിക്കാത്ത, അലക്കാത്ത ഏതെങ്കിലും ഔലിയാക്കളെ, അമ്പിയാക്കളെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള ഔലിയാക്കളും അങ്ങനെ ഉണ്ടാവില്ല. അവര് കൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിളിച്ചാൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. എന്നാൽ ഇങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ബേജാറാവും. എല്ലാ ഇബ്ലീസുകളും പല ഭാഗത്തുനിന്നും രംഗത്ത് വരും. എന്നാൽ ന്യായീകരണം പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ന്യായീകരണം അവർ പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? നിങ്ങൾ രോഗം മാറാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് സഹായം തേടാറില്ലേ? അപ്പൊ അള്ളാഹിനോട് സഹായം തേടാം, ഡോക്ടറോട് സഹായം തേടാം. അപ്പൊ ശിർക്കാവോ? മാതാപിതാക്കളോട് സഹായം തേടാറില്ലേ? മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടാറില്ലേ? എന്നാൽ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? അള്ളാഹു അവർ അല്ലാത്തവരോട് ആര് എന്ത് സഹായം തേടുകയാണെങ്കിലും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ശിർക്ക് വരില്ല. അള്ളാഹു അല്ലാത്തവരോട് ആരും സഹായം തേടാൻ പാടില്ല. അള്ളാഹുവിന്റെ അമ്മ എന്നല്ല പറയേണ്ടത്. ചില വീഴാൻ പോകുമ്പോ എന്റെ അമ്മ എന്ന് പറയും. അങ്ങനെയല്ല പറയേണ്ടത്. അള്ളാഹുവേ റബ്ബി എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ സഹായം തേടുന്ന ആൾക്കാർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലായിരിക്കണം നമ്മൾ സഹായം തേടേണ്ടത്. അപ്പൊ ശിർക്കാവില്ല. അവർക്ക് സഹായിക്കാൻ കഴിയും എന്നുണ്ടെങ്കിലാണ് നമ്മൾ അവരോട് സഹായം തേടേണ്ടത്, മനുഷ്യന്മാരോട്. അതുപോലെ തന്നെ സഹായം തേടപ്പെടുന്ന ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആവണം. ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് സഹായം തേടാൻ പാടുള്ളൂ. മാത്രവുമല്ല, 3ാമത്തെ നിബന്ധന എന്താണ്? നമ്മൾ ആ സഹായത്തേട്ടം അത് കേൾക്കാൻ കഴിയുന്ന പരിധിയിലായിരിക്കണം എന്നുള്ളതാണ്. ഈ 3 ഷർത്തോട് കൂടി ഒരാൾ പ്രാർത്ഥിക്കുക, സഹായം തേടുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സഹായത്തേട്ടം ഒരിക്കലും ശിർക്കാവില്ല. അപ്പൊ അള്ളാഹിനോടും സഹായം തേടുന്നില്ലേ? ആ സഹായത്തേട്ടം പോലെ തന്നെയാണ് ഈ ആൾക്കാരോടൊക്കെ സഹായം തേട്ടം എന്ന് പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ശിർക്കാവില്ല. അപ്പോൾ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല, മലക്കോട് സഹായം തേടാൻ പാടില്ല, ദുനിയാവിൽ ആരോടും സഹായം തേടാൻ പാടില്ല, അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന് നമ്മൾ പറയുമ്പോൾ ഇബ്ലീസ് സടകുടഞ്ഞെഴുന്നേൽക്കും. അതാണ്. അതുകൊണ്ടാണ് ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ വലാ ഉശ്രിക ബിഹി. നബിയെ താങ്കൾ പറയുക, ഇത് മാത്രം പറയാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്? അൻ അഅ്ബുദല്ലാഹ വലാ ഉശ്രിക ബിഹി. അള്ളാഹുവിന് മാത്രമേ ഞാൻ ഇബാദത്ത് എടുക്കുള്ളൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കൂല. അള്ളാഹിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അവനിൽ വേറെ ആരെയും പങ്കു ചേർക്കൂല. അവനിലേക്ക് മാത്രമേ ഞാൻ ക്ഷണിക്കുള്ളൂ. അതുപോലെ തന്നെ അവനിലേക്കാണ് എൻ്റെ മടക്കവും.